ഹായ്, മാളുവാണേ. ഇന്ന് നമുക്കൊന്ന് കാവ് പോയിട്ട് വന്നാലോ? ഇന്ന് നമ്മളെ മുച്ചിലോട്ട് കാവില് ചൊവ്വളക്ക് അടിയന്തരാന്നേ, നേർച്ചയായിട്ട് ഒരു ചടങ്ങാന്നേ ഈ അടിയന്തരം. ഇതിനെ പറ്റിയിട്ട് അങ്ങനെ ആധികാരികമായിട്ട് പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് ചൊവ്വളക്ക് കാഴ്ചകൾ കാണാം. ഞാനും മോളും അതുപോലെ ആപ്പന്റെ മോള് കിങ്ങിണിയും കൂടിയാണ് കാവ് പോയത്. ഉച്ചക്ക് ഏകദേശം ഒരു 12 മണിയാകുമ്പോ നമ്മൾ പോയെ. ആ ടൈമിലാണ് കാവില് ഈ അടിയന്തരം തുടങ്ങുക. കാവിലെത്തിയിട്ട് നമ്മൾ ആദ്യം തന്നെ അമ്മേനെ പോയി കാണും ഇതേ. അപ്പോഴേക്കും അമ്മയും കൂട്ടുകാരെല്ലാം കൂടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലേനുവേ. ഇന്ന് കാവിലെ കോമരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ അവർക്ക് പിന്നില് വിളക്കും അതുപോലെ കുറിയും പിടിച്ചിട്ട് വാലിക്കാരുണ്ടാവും. അതിലൊരു വാലിക്കാരനായിരുന്നു ഇന്ന് അർജുവേട്ടൻ. ഒരുപാട് കൊല്ലത്തിന് ശേഷമാണ് അർജുവേട്ടൻ ഇപ്പം കൈവിളക്ക് പിടിക്കുന്ന വാലിക്കാരനായിട്ടുള്ളത്. അങ്ങനെ നമ്മളെത്തി കുറച്ച് ടൈം കഴിഞ്ഞാൽ തന്നെ അടിയന്തരം തുടങ്ങിയേ. ഈ ചൊവ്വളക്ക് അടിയന്തരത്തിന് പല കാവുകളിലും വാദ്യങ്ങൾ ഉണ്ടാവും കേട്ടോ. പക്ഷെ ഇവിടെ 5-ാം പീടിക കാവിലും അതുപോലെ വേറെ കുറച്ച് കാവുകളിലും വാദ്യത്തിന്റെ അകമ്പടി ഉണ്ടാവലില്ല. അതിനും പുറകിൽ എന്തോ ഐതിഹ്യമുണ്ട്. അതെന്താന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ആദ്യം തന്നെ കാവിന് 3 വലം വന്നതിന് ശേഷം അടുത്തതായിട്ട് കോഴീനെ ബലി നൽകലാന്ന് ചടങ്ങ്. ഈ ചടങ്ങിന് നമ്മൾ പറയുന്ന പേര് വടക്കേമ്പാവ് എന്നാണ് കേട്ടാ. ഈ കോഴീനെ കറി വെച്ചത് നമുക്ക് ഭക്ഷണത്തിന് തരും കേട്ടാ. ഇത് മുച്ചിലോട്ടമ്മേനെ പ്രസാദാന്നേ. ഈ ചടങ്ങിന് ശേഷം പിന്നെ ഉണ്ടാവുന്നത് തേങ്ങേറാണ്. ഈ വീഴുന്ന തേങ്ങ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും കേട്ടാ. അച്ഛൻ ഇന്ന് ഒരുപാട് തേങ്ങ കിട്ടീനെ. അടുത്തത് പിന്നെ കുറിവാങ്ങലാണ്. അങ്ങനെ കുറിവാങ്ങൽ കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ചടങ്ങുകൾ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇത്രമാത്രമല്ല കേട്ടാ, ഇതിനേക്കാളും ആൾക്കാരുണ്ടാവലുണ്ടേ. പക്ഷെ എന്താണെന്നറിയില്ല, ഇന്ന് ആൾക്കാർ കുറച്ച് കുറവാണ്. നല്ല ചൂടൊക്കെ ആയതുകൊണ്ടായിരിക്കാം. ഇനി അമ്മയുടെ അന്നദാനം കഴിക്കുന്നതാണ്. കോമരങ്ങളെ നമ്മൾ പൊതുവെ അച്ഛന്മാരെന്നാട്ടാ വിളിക്കുക. അച്ഛന്മാർക്ക് കൊടുത്തിട്ടാണ് നമുക്ക് ഭക്ഷണം തരുക. ഇതൊക്കെ പണ്ട് തൊട്ടേ നിലനിന്ന് പോരുന്ന ഓരോ ആചാരങ്ങളാണ്. നമ്മുടെ സംസ്കാരത്തിന്റെ പഴമകളൊക്കെ ഇപ്പോഴും ഇങ്ങനെ ഊട്ടിക്കൊണ്ടുപോകുന്ന ചില ചടങ്ങുകളാണ് കേട്ടോ ഇതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ അച്ഛന്റെയും അമ്മമ്മയുടെയും അതുപോലെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ ആ പണ്ടത്തെ കുട്ടിക്കാലത്തേക്ക് നമ്മളെ ഒന്ന് കൊണ്ടുപോകുന്ന കേട്ടോ ഇത്തരം ചടങ്ങുകളും കാര്യങ്ങളൊക്കെ. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഇതൊക്കെ. അങ്ങനെ അച്ഛന്മാർക്ക് ഫുഡ് കൊടുത്തിട്ട് ആദ്യ പന്തി തന്നെ ഞാനും റെയും ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടാ. കാരണം അവക്ക് ഏകദേശം വിശപ്പിനുള്ള ടൈം ആയിന്. സദ്യ ആണേ നമുക്ക് ഉണ്ടാവുക. ചോറ്, സാമ്പാറ്, കൂട്ടുകറി, അച്ചാറ്, വറവ്, പായസം, അങ്ങനെ എന്തായാലും അടിപൊളി സദ്യയാണ് ഉണ്ടാവുക നമ്മൾ അമ്മമാരുണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ അതും കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി. ഇനി അടുത്ത ചൊവ്വവിളക്കിന്. പിന്നെ ചൊവ്വവിളക്കിന് മാത്രല്ല കേട്ടാ, എല്ലാ മാസവും സംക്രമ ദിവസവും അമ്മക്ക് അന്നദാനം ഉണ്ടാവേ. അപ്പൊ എത്രയുള്ളൂ. ടാറ്റാ, ബൈ ബൈ.